വോട്ട് ചോരിയിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് രാഷ്ട്രീയ പ്രസംഗമാണെന്നാണ് വിമർശനം. രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്ര ബീഹാറിൽ രണ്ടാം ദിനവും തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം രാഹുൽ ഗാന്ധി ശക്തമാക്കും. അതിനിടെ ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 65 ലക്ഷം പേരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. പട്ടിക വിശദമായി തന്നെ ഇന്ത്യ മുന്നണി പരിശോധിക്കും. വിവരങ്ങളുമായി നോബൽ മാരിക്കാരനും പിയ സുനിലും ചേരുന്നുണ്ട് തത്സമയം. നോബൽ മാരിക്കാരൻ യാത്രയ്ക്കൊപ്പം ബീഹാറിൽ തുടരുകയാണ്. സുനിൽ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുകയും ചെയ്യും. ആദ്യം നോബലിലേക്ക് പോകുന്നു. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നല്ല ചൂടായിരുന്നു. ഇന്നലെ സംഭവ ബഹുലമായിരുന്നു ഒരർത്ഥത്തിൽ. നേരത്തെ കരുതിയതിനേക്കാൾ വലിയ ആവേശം ബീഹാറിൽ ഈ യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പാളിപ്പോയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കൂടിയാകുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഊർജ്ജം രാഹുൽ ഗാന്ധിക്കും ടീമിനും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. വോട്ടധികാർ റാലി എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്നെങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? വലിയ ജനപിന്തുണ കിട്ടുന്നുണ്ടോ പലയിടങ്ങളിലും? നോബൽ മാരിക്കാരൻ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. വോട്ടർ അധികാര യാത്ര ഇന്നിപ്പോൾ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് യാത്ര ആരംഭിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ ഔറംഗാബാദിലാണ് ഈ യാത്ര സമാപിച്ചത്. വലിയ ജനപങ്കാളിത്തമാണ് യാത്രയ്ക്ക് ഉടനീളം ഉണ്ടായത്. വഴിയിൽ രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കാണാൻ ജനങ്ങൾ തടിച്ചുകൂടുന്ന കാഴ്ച ഉണ്ടായിരുന്നു. വളരെ അത്യപൂർവമായ നിരവധി സന്ദർഭങ്ങളും എന്താണെങ്കിലും ബീഹാർ ഇന്നലെ സാക്ഷിയായി. സസാറാമിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ സ്വീകരണം നൽകി. ഇന്നും അതേ വലിയ ജനപങ്കാളിത്തം ഈ യാത്രയ്ക്ക് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലത്തെ ജനപങ്കാളിത്തം വളരെ പ്രസക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും വലിയ തരത്തിൽ ജനങ്ങൾ ഒത്തുകൂടും പല ഭാഗങ്ങളിൽ ഈ യാത്രയുടെ ഭാഗമാകാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ യാത്ര ആരംഭിക്കാൻ പോകുന്നത് ഇവിടെ കുടുംബയിലെ അമ്പയിൽ നിന്നാണ്. അവിടെ നിന്ന് യാത്ര ആരംഭിച്ചുകൊണ്ട് ഗയ ജില്ലയിലേക്ക് യാത്ര കടക്കുകയാണ്. പ്രധാനമായും ഗയ ജില്ലയെ കോൺഗ്രസിനെയും RJDയെ സംബന്ധിച്ച് വലിയ ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അവിടെയൊക്കെ പ്രവർത്തകരെ കൂടുതൽ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെയായിരിക്കും യാത്ര കടന്നു പോകുക. അരുൺ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് വലിയ സംഭവപൂർവമായ ദിവസങ്ങളായിരുന്നു. പ്രത്യേകിച്ച് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളുന്നു. അതിന് രാഹുൽ ഗാന്ധി വൈകിട്ട് മറുപടി പറയുന്നു. ഒരു തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയക്കുന്നില്ല, ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ഇന്നും ഇപ്പോൾ സ്വാഭാവികമായും വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി വലിയ വിമർശനം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതോടൊപ്പം തന്നെ BJP കേന്ദ്ര സർക്കാർ അടക്കമുള്ള സംവിധാനങ്ങൾ വോട്ട് കൊള്ളയടിക്കുകയാണ്. ബീഹാറിലെ ജനങ്ങളുടെ അടക്കം വോട്ടുകൾ കൊള്ളയടിക്കുന്നു എന്ന കാര്യം കൃത്യമായി ബീഹാറിലെ ജനങ്ങളോട് ബോധിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും യാത്ര മുന്നോട്ട് പോവുക. യാത്രയിലുടനീളം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. പ്രധാനമായും 65 ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ബീഹാർ നടത്തിയപ്പോൾ പുറത്താക്കിയത്. ഇവരുടെ പേരുവിവരങ്ങളടക്കം ഇതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്നലെ സ്വാഭാവികമായും ഇന്ത്യ സഖ്യം ഇത് ഇഴകീർ പരിശോധിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സാഹചര്യം അത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനും ഒക്കെ നേതാക്കൾക്കും തോന്നുന്നു. ഇന്നും കാലാവസ്ഥ അനുകൂലമാണ്. മഴയൊന്നും ബീഹാറിൽ ഒരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. മഴ മുന്നറിയിപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ആകാശം തെളിഞ്ഞു തന്നെ നിൽക്കുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ മുന്നിലെ വഴികളും അല്ലേ? തീർച്ചയായും അരുൺ, ആകാശവും രാഹുൽ ഗാന്ധിക്കും ഒപ്പം ഇന്ത്യ സഖ്യത്തിന് മുന്നിലെ വഴികളൊക്കെ തെളിഞ്ഞു തന്നെയാണ് ഉള്ളത്. ഇന്നലെയും മഴ മുന്നറിയിപ്പുകളില്ലായിരുന്നു. ഇന്നും അത്തരത്തിൽ മഴ മുന്നറിയിപ്പുകളില്ല. മഴയൊട്ട് പെയ്തുമില്ല. ഇന്നും ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ, അത്യാവശ്യം നല്ല ചൂട് ബീഹാറിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ ഔറംഗാബാദിനടുത്താണ് നമ്മൾ ഉള്ളത്. അതിനുശേഷമാണ് യാത്ര ഇപ്പോൾ അമ്പയിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. 8 മണിക്ക് ശേഷം യാത്ര ആരംഭിക്കും. വളരെ മികച്ച ഒരു യാത്ര തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭാരത് യാത്രയിൽ ഞങ്ങളുടെ പ്രതിനിധി നോബൽ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും യാത്ര തുടരുകയാണ്. നല്ല ചൂടുണ്ട് ബീഹാറിൽ. ബീഹാർ മാത്രമല്ല, ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നു ഡൽഹിയിലും നല്ല ചൂടാണ് എന്നൊരു പ്രേക്ഷകൻ എഴുതിയിട്ടുണ്ട്. വലിയ മഴയൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. സുപ്രീം കോടതിയിലൊന്നും കാണുന്നില്ലേ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു. ജിജേഷ് പ്രകാശ്, വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ്, യെസ്, പരീക്ഷയുണ്ട് സമയമായി എന്നൊരു കുട്ടി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പോയി പരീക്ഷയ്ക്ക് എഴുതുക. പിയ സുനിൽ നമുക്കൊപ്പമുണ്ട് ഡൽഹിയിൽ നിന്നും. പിയ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്ര രണ്ടാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാത്തൊരു ഊർജ്ജം ഇന്ത്യ മുന്നണിക്ക് കൊടുത്തിട്ടുണ്ടോ? പ്രതിഷേധം ശക്തമാക്കാനാണ് ആലോചനയെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിലും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിലെ പോയിന്റുകൾ കൂടി എടുത്തായിരിക്കും ശക്തമായി ആക്രമിക്കാൻ പോകുന്നത്. പിയ സുനിൽ, ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കും യാത്രയ്ക്കും ഒരു വടി കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയേണ്ടി വരുമോ പിയ സുനിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടന്നപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിയൊന്നും രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ഉത്തരമായില്ല എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ എന്നത് ഓരോ മണ്ഡലങ്ങളിലെയും പ്രത്യേകിച്ച് ഈ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോ വീട്ടു നമ്പർ അടക്കം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ അങ്ങനെ ഉയർത്തിയ വിമർശനങ്ങൾക്ക് ശാസ്ത്രീയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും മറുപടി നൽകിയില്ല. മഹാദേവ്പുരിയിൽ എന്ത് സംഭവിച്ചു എന്ന്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ബീഹാറിൽ എന്ത് സംഭവിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞില്ല. കേരളത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞില്ല. അതിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ മറുപടി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുത്തു എന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശക്തമായ നിലപാടുമായി ജയറാം രമേശിനെ പോലുള്ള നേതാക്കൾ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു മറുപടി അംഗീകരിക്കില്ല എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായി നീങ്ങാൻ തന്നെ ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് പാർലമെന്റിന്റെ ഇരു സഭകളിലും SIR-ഉം അതുപോലെ തന്നെ വോട്ട് കൊള്ളയും ഉയർത്തി വീണ്ടും നോട്ടീസ് നൽകാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയമുയർത്തി വലിയ പ്രതിഷേധം ഇന്ന് പ്രതിപക്ഷം ഉയർത്തും. പാർലമെന്റ് കവാടത്തിലും വലിയ പ്രതിഷേധ ധർണ നടത്താൻ ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ബീഹാറിൽ പ്രതിപക്ഷത്തിന്റെ വോട്ട് അധികാര യാത്ര തുടരുമ്പോൾ തന്നെ പാർലമെന്റിന്റെ ഇരു സഭകളിലും വലിയ പ്രതിഷേധം ഉയർത്തി ദേശീയ തലത്തിൽ ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി പ്രതിപക്ഷം തള്ളുകയും ചെയ്യും.